എന്നെ ഇവിടെ അടിച്ചിട്ട് സമാധാനത്തെ അവരെ അടക്കാൻ പറ്റുമോ നിനക്കൊക്കെ തോന്നണോ മുരളി? ഈ പ്രസന്ന ആരാണെന്ന് നീയൊക്കെ അറിയും. ഇന്നവരെ അടക്കാൻ പറ്റാതെ നീയൊക്കെ ഇവിടെ കിടന്ന് ഓടും. പ്രസന്ന ഉണ്ടോ അത്? മാമിക്ക് മര്യാദയ്ക്ക് ഒരു അടക്കം എനിക്ക് കൊടുക്കണം. എന്നെ മരുമോനായിട്ടല്ല, ഞാൻ മോനായിട്ടാണ് മാമി കണ്ടിട്ടുള്ളത്. അമ്മ ധൈര്യമായിട്ടിട്ട് നമ്മളൊക്കെ ഇല്ലേ? കുമാര വാടാ ഇരിടാ. ഓ ഇല്ലണ്ണ, അങ്ങനെ രസേന ഞാൻ ഇരിക്കൂല. എത്ര നേരം വിളിച്ചിട്ട്? അച്ഛാ താണ്ടേ ശ്രീകാര്യത്ത് ഗ്രൗണ്ടിൽ ഇരിക്കായിരുന്നു. എങ്ങും പൊക്കളയിൽ ഇവിടെ തന്നെ കാണണം. ഓ നിന്നാണ് ഉണ്ണിച്ചേട്ടൻ ലീവ് കിട്ടൂല. അപ്പം നീ വേണം കർമ്മം ചെയ്യാനുള്ളത്. അകത്ത് എവിടെയും ഇരി, അല്ല സമയത്ത് തിരക്കി കിടക്കാനൊന്നും പറ്റൂല. ഏത് നേരം നോക്കിയാലും ഗെയിം കളിയാണ്. അത് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ പോലും എടുക്കൂല, കട്ടായി കളിയൊന്നേ. കുട്ടത്തി പ്രസന്റിന് വേഷ കെട്ടിയടി കൊള്ളാം. പ്ലച്ചന്റെ കേട്ടു മാമി, ഒരു 5 കിലോ ഒരടി. പ്രസന്റ് അണ്ണൻ പിച്ചും കൂടെ ആ ചെമ്പി കുഴിച്ചൊന്നും വീണ്. മുരളി അടിയടിച്ചത് ആ അല്ല, കരയോഗത്തിലൊക്കെയുള്ള സതീശണ്ണനെ. മറ്റേ സതീശൻ എന്ന് പറയുമ്പോ എന്തരടി നിനക്കൊരു ഇളക്കം. ഓ ഇനി ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. ഇനി ഇത് വല്ല കേസ് വഴക്കമാറ്റാവോ? എന്തോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പ്രസന്റ് അമ്പിക്ക് ആളുകളിൽ നടന്ന് അടിവാഞ്ചി പിടിക്കാനായിട്ട്? നീ ഒറ്റ ഒരുത്തിയല്ലേ ഇവിടെ ഇരുന്ന് അമ്പിയെ പറഞ്ഞിളക്കി ഇത്രയും ആക്കി വെച്ചത്? ഇത് ഞാൻ എന്തിനു പറഞ്ഞെന്ന്? നിങ്ങളെ വഴിയിൽ അരിവിലിട്ടാണ് കത്തിക്കണേന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് കിടന്ന് അടിയുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ? അത് കൊള്ളാം. ഇപ്പൊ പ്രശ്നം മൊത്തം എന്റെ മണ്ടയ്ക്കായ. എന്താണ് നീ എന്തിനാ അവനെ അടിക്കാൻ പോയത്? അണ്ണനല്ലേ പറഞ്ഞ അടിയടാന്ന്? ഞാൻ മുരളിയുടെ അടുത്തല്ലേ അടിക്കാൻ പറഞ്ഞത്, നിന്റെ അടുത്തല്ലല്ലേ. ഞാൻ മുരളിയെ കൊണ്ട് അടുപ്പിച്ചാനല്ലേ. അത് അല്ലണ്ണ, അത് പിന്നെ എന്തോന്ന് പിന്നെ? എടാ മുരളിയല്ലേ അടിക്കേണ്ടത്, നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ. ഇനി ശ്രദ്ധിക്കണ്ണ. പ്രസന്നം വല്ല കേസിനും പോയല്ലേ? ഞാൻ പറഞ്ഞിട്ടാണ് അടിച്ചത്, നീ പറയൂ. ഞാൻ പറയണ. എടാ പറയരുതെന്ന് തന്നെ. ഇത് പാപ്പട കുഴപ്പമാവൂല്ലേ? അഞ്ചിൽ നമ്മളെ കണ്ടെന്ന് ഇപ്പൊ വിളിച്ച് ഇവിടുന്ന് പോവാൻ പറഞ്ഞോളിയാ. നില്ല, ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവുള്ളൂ. അവളാണെങ്കിൽ ഇപ്പൊ വീണ്ടും ബാക്കിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവളെ മുമ്പ് ഒന്ന് കരയട്ടാളിയാ. നീ കരയെ പിടിക്കുക ചിരിക്കുക എന്തോണം ചെയ്തോളിയാ. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. നീ ഇങ്ങനെ തളരല്ലേ, നീയല്ലേ എന്നെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യണ്ട. എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ 3:30 എങ്ങനെ ആവണത്? അത് പിന്നെ എന്തൊരു എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു. മുരളി 3:30 എടുക്കണത് എന്ത്? 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ട് മാറ്റിയെന്ത്? എന്തൊരു പാടാ. പിന്നെ ഇനി അവരടക്കാൻ നേരത്ത് ഈ പ്രസന്നം വന്ന് വല്ല കലിപ്പുണ്ടാക്കുവോ? അവനായിട്ടൊന്നും പറയാൻ പറ്റൂലണ്ണ. പന്തളത്തുനിന്ന് അവർ വരുമ്പോൾ ഇവിടെ കാര്യങ്ങൾ നീറ്റായിരിക്കണം. അല്ലാതെ അടിയും വെള്ളവും വഴക്കൊക്കെ അവർ കണ്ടു കഴിഞ്ഞാലേ ആകെ നാണക്കേടാണ്. ചിലപ്പോൾ കല്യാണം തന്നെ മുടങ്ങി പോയിന്ന് വരും. ഇപ്പൊ എത്രയും പറ്റുന്ന സുധാരം അവൻ അടക്കിയെടുത്ത് തന്നെ ഇവരടക്കണമെന്നൊന്നുമില്ല, മനസ്സിലായ അണ്ണ? അത് നിന്റെ കൊച്ചിന്റെ കല്യാണം ആലോചിച്ചിട്ടാണ്, അല്ലാതെ ഏപ്പരാജി പ്രസന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഡേ ഭായി സുനോ, യഹാ നഹി വഹാ നഹി, ഉദർ ഏക്ക് ആഞ്ഞിലി മൂട് ഹേ ഉദർ. അവിടെ പോയി വൃത്തിയാക്ക്. പോ ജൽദി ജാവടാ. ഡേ നമ്മാട്ടി നിന്റെ അച്ഛൻ എടുത്തോണ്ട് വരുമോ? ഇതെവിടുന്നുണ്ട്? താണ്ടേത് അപ്പുറത്തെ പ്രസന്നന്റെ മോനും കുറെ പിള്ളേരും കൂടാ ഇവിടെ മരിച്ചു കിടക്കുമ്പോഴാ? അല്ല, അവന്മാരത് ഇനി നിർത്തുമെന്ന് തോന്നണില്ല. ഇടപെടാന്ന് വെച്ചാ പ്രസന്നനാണ് ആള്. അല്ല വേണ്ട,
അവന്മാർ കൈയടയ്ക്കുമ്പോൾ അങ്ങ് നിർത്തിക്കോളും. ബാ വാ പോകാൻ പോ. ഇതെന്തോന്ന് റിസർവ് ഫോറസ്റ്റാ? തൊഴിയൻ അവന്റെ കുഞ്ഞമ്മയുടെ രണ്ടാം കെട്ടിൽ ഉണ്ടാക്കിയിട്ടേക്കണ്. നീ ഇത് എന്തോന്ന് സുഖയില്ലേ? ഇപ്പൊ വീട്ടിലും കയറി വന്നാ നീയൊക്കെ. എല്ലാം നിമിത്തമാണ് അഞ്ജലി. അതല്ലേ ഇന്ന് തന്നെ ഞാൻ ഇവിടെ എത്തിയ. നിന്നെ എനിക്ക് ഇഷ്ടമുള്ള 1000 വട്ടം പറഞ്ഞല്ലേ ഞാൻ. അച്ഛനെ കാര്യം നിന്നെ മനസ്സിലായ? നീ ഇത് പോവാൻ നോക്കിയാടാ ഇവിടുന്ന്. എടി നിന്റെ കല്യാണം ഉറച്ചെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് നേരെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല. അതിന് ഞാൻ എന്തിനു വേണം? ഇതൊരു കഷ്ടം ഈശ്വരാ. അഞ്ജലി, നിനക്കിഷ്ടമുള്ള ആളുടെ കൂടെയാണ് നീ ജീവിക്കാനുള്ളത്, അല്ലാതെ നിന്റെ വീട്ടുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ല. അത് ഞാൻ എന്തിനേലും ചെയ്തോളാം. നീ ഇപ്പൊ പോവിടുന്നേ. നീ ഒന്നും മനസ്സിലാക്ക് പ്ലീസ്. എനിക്ക് നിന്നെ പോലെ വേറെ ആരെയും കാണാൻ പറ്റണില്ല. നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലെ അടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി? കൊല്ലത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇത് ആദ്യമായിട്ട് തന്നെ. കൊല്ലത്തുന്നെ എല്ലാത്തിനും അടിയല്ലേ? എന്ത് മക്കളെ വിശക്കണ നിനക്ക്? അയ്യോ, ഈ സമയത്ത് വെള്ളം പോലും കുടിച്ചൂടാ. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ അടക്കം കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ. അതുവരെ മക്കളെ ഒന്നും കഴിക്കണ്ട. വിശക്കണി ചേച്ചി വല്ല ഇരിപ്പുണ്ട് അതിനെ തോണ്ട അവിടെ അടുക്കളയിൽ ചെന്നിട്ട് പൂണോളുമ്പോ. രാവിലെ നമ്മളോട് പണിക്ക് വരുമ്പോൾ ഒറ്റ കുഞ്ഞുങ്ങളില്ലാത്ത മിറ്റ് വരുന്നു. നീ ഒരാൾ വിചാരിച്ചപ്പോൾ കണ്ട ഞാൻ എന്ത് ചെയ്ത്? നീ ഒന്നും ചെയ്തില്ല. ഇന്ന് പയ്യന്മാരായിട്ട് പൊന്മുടി പോയായിരുന്നു ഞാനാണ്. എന്നെയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കൈ കൊണ്ട് മരിക്കാനായിരിക്കും അമ്മച്ചിയുടെ വിധി. അപ്പം അതിന് നീ ഇവിടെ വന്നേ പറ്റൂ. ഇത് ചുമ്മാ ഇരുന്നാണ് ഒരുമാതിരി. നീ അമ്മച്ചി ശാപമൊന്നും കേട്ടിട്ടുണ്ടോ? ആന്ധ്രാണ്. ആരൊരുവൻ ഒരു അമ്മച്ചിയുടെ മരണത്തിന് കാരണമാവുന്നുവോ അവനും അവൻ്റെ 7 തലമുറയും നശിച്ച് പാളിസാവും. ഇത് മിണ്ടായിരുന്നാണ് ചുമ്മാ. അതിന് പരിഹാരമുണ്ട് കേട്ടാ. എന്തിനാണ്? കാശി പോണം. പോയിട്ട് കാശി പോയി 150 തവണ കുളിച്ചു തൊഴണം. പിന്നെ 1001 അമ്മമാരെ കാലി തൊട്ട് തൊഴണം. പിന്നെ 1000. അല്ല, ഈ കാശി എവിടെയാണ്? അത് രാമേശ്വരത്തിനടുത്ത് എവിടെയാണ്? പിന്നെ വിശക്കണ്ടാ, പോയി 2 ഊണ് മേടിച്ചോണ്ട് വരൂ. എന്തോ നമ്മുടെ വഴിയെടുത്തുനിന്ന് മാറ്റിക്കൊണ്ട് പോയവര്. പിന്നെ എന്തിനാണ് നമ്മളിത് കാണിക്കണേ? മതിയാക്കിക്കൊടു. പിന്നെ എന്റെ അച്ഛൻ അടിച്ചിട്ട് ഞാൻ അവിടെ മിണ്ടായിരിക്കാനാ? നിന്റെ അച്ഛൻ അടി കിട്ടണത് ആദ്യമായിട്ടാ. നീ ഒന്ന് ശ്രദ്ധിച്ചാണ്. കരച്ചിലൊന്നും വർക്കാണല്ല. ഞാൻ കരഞ്ഞു വരുമ്പോ അവള് കയറി പൊക്കളഞ്ഞു. വേറെ പ്ലാൻ ബി എം കാണാനുണ്ടോ? നീ പുളിയിലെ വിറവ് കയറിയിട്ടുണ്ടാ? മാട്ടറിലോട്ട് വാളിയാ. എനിക്ക് തോന്നണതേ അവളെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യണതാണ് അവളെ വളയ്ക്കാൻ വഴി. അത് നീ എനിക്കൊരു വഴി പറഞ്ഞാ. ഇനി വാ നീ. ഇത്രയും കയറിയിട്ട് അവളെ ചെയ്യുമ്പോൾ ഞാനിവിടെ മരുമോനാകാൻ പോകുന്നതാണ്. നീയല്ലേ അളി എനിക്ക് വേണ്ടി ഇതൊക്കെ ഇവിടെ ചെയ്യാൻ. നീന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തിരിഞ്ഞാ പോന്നീ. ഈ ഏറെ കണ്ടുപോലും നിന്നെ എല്ലാത്തിനും ഞാൻ കത്തിക്കും. ശർക്കര പൊന്നമ്മച്ചി. എന്നെ ഈ നാട്ടുകാരെ മൊത്തം മുമ്പ് വെച്ച് അടിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നണം? ആ മുരളി ഇന്ന് ഇവിടെ കിടന്ന് ഓടും. അതിന് മുരളിയല്ലല്ലോ നിന്നെ അടിച്ചേ, ആ സതീശനല്ലേ ഇന്നെ അടിച്ചേ. അവൻ വെറും കൃമി. അവനെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇന്ന് അവരെ കത്തിക്കാൻ പറ്റാതെ അവന്മാർ ഇവിടെ കിടന്ന് ഓടും. ഓ, ഓട്ടിക്കാൻ ചെന്ന് കയറിക്കോട്. ഇപ്പൊ കിട്ടിയണക്കായിരിക്കില്ല. നിനക്കെന്താ അറിയാടി? അണ്ണാ, സുധാകരൻ മാമൻ ചാവണേന് മുമ്പ് ഇവിടുത്തെ വസ്തു സുധയ്ക്ക് എഴുതി കൊടുത്തെങ്കിലും അതിൽ സാവിത്രി അമ്മച്ചിക്ക് ജീവിതകാല അവകാശം വച്ചിട്ടുണ്ട്. ഇപ്പം മോളെ കല്യാണമായി. മുരളിക്കെത്തിയ വസ്തു വിൽക്കണം. സാവിത്രി അമ്മച്ചി ജീവിച്ചിരിക്കുമ്പം അതിലൊരു തുണ്ട് വസ്തു വിൽക്കാൻ അവർ സമ്മതിക്കൂല. അപ്പോൾ സാവിത്രി അമ്മച്ചി ചാവണം. അണ്ണാ, ഇതവർ മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? ആ മുരളി. മനുഷ്യ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞോളൂ കേട്ടാ. ദൈവത്തിന് നിരക്കൂല.
എന്തരടെ മുരളി ഇത്? ഇതൊരു മരണ വീടല്ലേ? ഒരു മര്യാദയൊക്കെ വേണ്ടി. മനുഷ്യനാണുമ്പോൾ വീട്ടു മറ്റുള്ള വന്നാൽ പോരെ, അങ്ങനെ വിളിക്കണം എന്തിന്? ആ തല ആദ്യം കൊണ്ട് കയറി അങ്കിൾ സ്റ്റെപ്പ് സ്റ്റെപ്പ്. വരട്ടെ. പഴയ വീടാണ്, കട്ടള അടിച്ചിടരുത്. തല ഇങ്ങോട്ട് തെക്കോട്ട് വരട്ടെ. അപ്പുറത്തിപ്പുറത്തേ ആ വിളക്കൊക്കെ കത്തിച്ചു പോയി തിരിയെടുത്താ എന്നിട്ടേ ആ പെണ്ണുങ്ങളെ ഇവിടെ വന്നിരിക്കാൻ പറ. എടി, ആ പ്രാന്തൻ എന്തിന്റെ കുഴപ്പം? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയപ്പോ അമ്മ ഒരു ബോഡി എടുത്തുകൊണ്ട് വരണം. ഇവൻ എന്തൊരു 5 കുറവുണ്ട് കേട്ടാ. അച്ഛനെങ്ങനെ ഇവനെ മനസ്സിലായ പിന്നെ തീർന്ന്. ഇവ എങ്ങനെ അറിഞ്ഞ അവിടെ മരണം? എനിക്ക് അറിഞ്ഞൂടാ. ആ ശക്തി ചേട്ടനാണെങ്കിൽ ഇവിടെ വെട്ടിയും കിളക്കൊക്കെ ചെയ്യണം. ഇതെന്തോന്നൊക്കെയാടി അവിടെ നടക്കണത്? അണ്ണാ, ഒരാൾ മരിച്ചിട്ടാണ് ആശുപത്രി കൊണ്ട് കയറണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണ്ടേ അണ്ണാ? അതിന് ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചെന്നല്ലേ അവന്മാർ പറയണ. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞില്ലേ അണ്ണാ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമ്പോൾ അവർ മരിച്ചെന്ന്? അതുള്ള തന്നെ. ആ, അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയണം. പോലീസാ? പിന്നെ പ്രസന്ന അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ ചുമ്മാ വയ്ക്കുമെന്ന് വിചാരിച്ചാ നിങ്ങൾ എൻ്റെ കൂടെ വയ്ക്കൂലേ അണ്ണാ? അതിപ്പോ ഞാൻ അടിച്ച പിടുത്തവും പോയി. ഒരു ധൈര്യത്തിന് നീ ഒരു ഫുള്ളെടുത്ത് ഒരു ലിറ്റർ എടുത്ത് തരണോ ഈ പ്രസന്ന? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂ. നീ ഒരു പോരാളിയാണ്ട പ്രസന്ന. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെണ്ണ. ഇന്ന് ഇവിടെ ആരെയും കത്തിക്കൂല. രതീഷേ, അത് ഇത്രയും ഒരുമിച്ച് വാരി കത്തിക്കണ്ട. അതിന്റെ പുക ക്യാൻസറസ് ആണ് തന്നെ. പെണ്ണുങ്ങളൊക്കെ 3 മണിയിൽ ഇവിടെ നിന്ന് ശ്വസിക്കാവുന്നതല്ലേ? എന്നാര് പറഞ്ഞു? ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആ ശരി. പറഞ്ഞേ ഓ അണ്ണാ, ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്താ അതൊക്കെ അറിയാവോ കാര്യങ്ങൾ ചെയ്യണത്? ശാസ്ത്ര അണ്ണാണെൻ്റെ രീതിക്ക് ചെയ്യണം. ആ ഇവിടെ പിടിച്ചാണ്. ഇതിനൊക്കെ ഓരോ രീതിയിലുണ്ട്. അത് ജയിക്കാനാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. തിരികെത്തിച്ചൂടെന്ന് നീ പോണെങ്കിൽ ഞാൻ പൈസ അയച്ചാൽ എനിക്കൊരു ലിറ്റർ കൂടെ എടുത്തോണ്ട് ആദ്യം നീ പൈസ ഡേയ് പപ്പൂട്ടി രൂപ ആയിട്ട് വരണ്ടാ. നീ ഇത് വിളിച്ച് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞു. മുരളിയണ്ണ ആരാണ് അവന്മാരെടുത്ത് ട്യൂബ് കൊണ്ട് ചേട്ടാൻ പറഞ്ഞത്? അണ്ണാ അതൊക്കെ പണ്ടേ തീരുമാനിച്ചല്ലേ അണ്ണാ. തോട്ടിന്റെ അക്കരെ നിങ്ങളും ഇക്കരെ ഇങ്ങേരും ഒന്ന്. എൻ്റെ സ്വന്തം അപ്പച്ചിയാണ് ഇവിടെ മരിച്ചു കിടക്കണത്. എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് വെച്ച് കെട്ടി കൊടുക്കാൻ വന്നൊന്നും അല്ലല്ലേ? അത് എന്തായാലും ഫ്രീ ആയിട്ട് കൊണ്ട് വെച്ച് കിട്ടോടാ. കുടുംബത്തിലുള്ളവർക്ക് വർക്കൂറാ. പപ്പുട്ടി, ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തിക്കോട്ടെ. അവ ഇവിടെ കൊണ്ടുവച്ച് കെട്ടിയ ഞാൻ എന്തിനാണ്ട? അണ്ണാ വല്ലപ്പോഴാ വല്ല ബന്ധുക്കളെ മരിക്കുമ്പോഴാണ് എനിക്കൊരു വർക്ക് കിട്ടുന്നത്. അതും ആ മരം കൊണ്ട് വെച്ച് കെട്ടിയാ ഇനി ഇവിടെ ആരെങ്കിലും മരിക്കുമ്പോ ആ വർക്ക് അവന് കൊടുക്കാന്ന് പറയണേ മുരളി അല്ലേ? അണ്ണാ മുരളി അണ്ണ കൊച്ചിന്റെ കല്യാണം എന്ന് പറഞ്ഞ് വേണുവിനെ പേടിക്കണോണ്ടല്ലേ? ഇല്ലെങ്കിൽ എന്നെ വലിച്ചൊരു ഉടി തന്നെ ഞാൻ. വേണുവിന് സ്വപ്പം ഇടം കിട്ടിയ പിന്നെ അവന്റെ മെഗാ ഷോ തന്നെ. അണ്ണാ നമ്മളെ ഈ കരയോത്ത് തന്നെ ഈ വേണുവിനെ കണ്ടുകൂടാത്ത ഏതെങ്കിലും വീട്ടിൽ മരിപ്പ് കിടക്കട്ടെ. അവന്റെ മരണ വീട്ടിലെ ഷോ അന്ന് തീർത്തു കൊടുക്കും ഞാൻ. അണ്ണാ നിങ്ങൾ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? തീരെ അറ്റം പറ്റി കിടക്കല്ലായിരുന്നു അവര്? അമ്മയ്ക്കിപ്പം കുഴപ്പമൊന്നുമില്ലടാ, എണീറ്റിരിക്കുകയൊക്കെ ചെയ്യും. തന്നെ ഇല്ല, എവിടെയെങ്കിലും വെച്ച് എനിക്ക് അവനെ കിട്ടും. അങ്ങനെ എനിക്കിനി ജീവിക്കണ്ട. അയ്യോ
എനിക്കിനി ജീവിക്കണ്ട. നീ വെള്ളം എടുത്താണ് പ്രഷറടി. എന്റെ വല്യക്കച്ചിക്ക് പ്രഷറായിരുന്നേ. അയ്യോ എനിക്കിനി ജീവിക്കണ്ടേ. നമ്മൾ 3 മണിക്ക് അങ്ങ് എത്തുവോ ചേട്ടാ? അതൊക്കെ ഇറങ്ങെത്തിക്കും. ധൈര്യമായിട്ടിരിക്കുക ചേച്ചി. ഇവള് ജോത്സ്യരോടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം ചോദിച്ചുകൊണ്ടല്ലേ ഇത്രയും താമസിച്ചത്? പിന്നെ ജോത്സ്യം പറഞ്ഞ അതൊക്കെ നോക്കണ്ട ചേട്ടാ. നീ ആ ഗിയർ അങ്ങോട്ട് മാറ്റിയേ, ഇട്ടങ്ങ് ഏരപ്പിക്കുക. കുടുംബശ്രീ നടാ. ഓ അതാണ് 2 പൊരിച്ച മീൻ. പ്രസന്ന ഓക്കെ അല്ലേ? ഓ നമുക്ക് ഓക്കെ ആക്കാടാ. നിങ്ങൾ രാവിലെ ഇവിടെ വരുമ്പോൾ അവരുടെ ചത്ത കിടക്കായിരുന്നല്ലേ? എന്തോന്നാ ചത്തന്നാ? അല്ല ചോദിച്ചത് ഇതെങ്ങനെയാണ് സംഭവം? സംഭവം തരും. അവരോട് തളർന്നു വീണ് നമ്മളെടുത്തോണ്ട് ആശുപത്രി പോയി. അവിടെ വെച്ചാൽ മരിച്ചു. അവിടെ വെച്ചാ? ഓ ചത്തിട്ടാണ് ഇവിടെ നിർത്തോണ്ട് പോയതാണല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നം എന്തിനാണ്? എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല? അല്ല അത് ഞാൻ ജയിപ്പിച്ചോളാം. ഒരുത്തനും രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങൾ കഴിക്കേ. അങ്ങനെ പറഞ്ഞ അതാണ് ഞാനും ആലോചിക്കണത്. ഞാൻ ഓടട്ടാടാ. എടാ നീ പേടിച്ച് കൊളാക്കായിരുന്നാണ്. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യും. അവർ തളർന്ന് തറവിട്ടല്ല നമ്മൾ വെള്ളം എടുത്തടിച്ചത്. നിന്റെ അടുത്ത് രാവിലെ തൊട്ടേ ഞാൻ പറയുന്നു. നമ്മളല്ല, നീയാണ് വെള്ളം അടിച്ചത്. രതീഷേ, നിനക്ക് ഇത്തിരി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റൂടെ? ഈ കൊട്ടും ബാൻഡും പാട്ടും ബഹളവും ആ പന്തളത്തിൽ നിന്ന് അവരൊക്കെ വരുമ്പോൾ എന്തൊരു വിചാരിക്കും? പ്രസന്നന്റെ മുഖം അങ്ങനെയൊക്കെ അപ്പുറവും. ഞാൻ പറഞ്ഞിടന്ന് അവൻ കേൾക്കൂല. ഇതിപ്പോൾ എല്ലാം കൂടെ ഞാൻ എന്തൊരു ചെയ്യാനെന്ന് നോക്കിയാണ്. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയാണതേ. ആ മരിച്ചെടുക്കുന്ന അമ്മൂമ്മൻ എന്ത് വിചാരിക്കും? അമ്മൂമ്മ ഇനി എന്തൊരു വിചാരിക്കണ? അവര് മരിച്ചോയില്ലേ? അവരാത്മാവ്. അണ്ണാപ്പ അവന്റെ അച്ഛനെ അടിച്ചതാ. അതുകൊണ്ടാണ് നമ്മൾ ബാൻഡ് അടിക്കണത്. ആ അത് ശരിയാണ്. അച്ഛനെ അടിച്ച ഞാനാണെങ്കിലും ബാൻഡ് അടിച്ചു. അനിയ മാപ്പ്. എന്റെ അച്ഛനല്ല, അവന്റെ അച്ഛനെ. സോറി അനിയ മാപ്പ്. ക്ഷമിക്ക് പ്ലീസ്. നീ ആര്? ഞാൻ അപ്പുറത്തെ മുരളിയണ്ണൻ്റെ മരുമനായിട്ട് വരും. ഞാനൊരു ഫുൾ എടുത്തു തരാം. അടിക്കരുത്. അടിക്കാനല്ലെങ്കിൽ പിന്നെ ഫുൾ എന്തിനി? അല്ല ബാൻഡ് അടിക്കരുത്. ബാൻഡ് വെള്ളം അടിക്കാനൊന്നും പറ്റൂല. വൈകിട്ട് പരിപാടികളാണ്. നീ ചുമ്മാ നിനക്ക് ആൾക്ക് 2 ബീർ വെച്ച് എടുത്തരാൻ പറ്റുമോ? 20 എണ്ണം പറ്റും. നിന്റെ അച്ഛനല്ലടാ അടിച്ചത്. അച്ഛനല്ലെങ്കിൽ 2 അടിയുടെ കുറവുണ്ട് കളിയാ. ഇവിടെ ഞാൻ തന്നെ വാങ്ങി വെച്ചേക്കായിരുന്നു. അവിടെ ബോഡി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് സാധനം കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മളെ തേക്കും. ഇല്ല ഇതാ ഇപ്പം കൊണ്ടുവരാം. ഓക്കെ അല്ലേ? ഓക്കെ. ബിയർ ബോയ്സ് അപ്പോൾ റെസ്റ്റ്. ചേച്ചി അവരോട് നാല് ചേച്ചി വരണ എവിടെന്ന്? ചേച്ചി അഖിലേട്ടൻ്റെ അവിടെ നിന്ന്. എനിക്കറിഞ്ഞൂടാ. അഖിലേട്ടൻ വരൂ. ആ ചേട്ടൻ ട്രെയിനിങ്ങിലെങ്ങാണ്ടില്ലേ? ചേച്ചിക്ക് ഇവിടെ അടുത്തൊന്നും വല്ല ചേട്ടനെ കണ്ടുപിടിച്ചാൽ പോരായിരുന്ന എങ്കിൽ അവർക്ക് എപ്പോഴേ വന്ന് അടക്കവും കഴിഞ്ഞ് നമ്മ കൊല്ലം കഴിക്കാറ്. അതിനൊന്നും ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്തോ നാമി ഇത് ഒന്നും ഉണ്ടായിരുന്നാണ്. എനിക്ക് വിശക്കാണ്. നിന്റെ അമ്മയെ മരിച്ചടക്കണമെങ്കിൽ നിനക്ക് വിശക്കോ? ആ എനിക്ക് വിശക്കും. സാവിത്രി അമ്മച്ചി പക്ഷേ ഒരു പഞ്ചപ്പാവൊരു നളിയാ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവരെന്നെ എവിടെ വെച്ച് കണ്ടാലും ഇരിക്കട്ടെ മക്കളെ എന്ന് പറയും 10 രൂപയൊക്കെ കൈ കൊണ്ട് തരുമായിരുന്നു. ആ അമ്മച്ചി ഒടുക്കം തറയിൽ തളർന്ന് വീണ് ഹൃദയം പൊട്ടി മരിച്ച്. നീ വിഷമിക്കാറിയാ? എനിക്കെന്തൊരു വിഷമം. എടാ ഞാൻ ഈ സാധനം അടിക്കാൻ വേണ്ടി മൈൻഡൊന്ന് സെറ്റാക്കിയില്ലേ? നീ ഇതെന്തരും ഇല്ല ഒരു പീസ് കിട. പിന്നെ ഇതെല്ലാം ഒരു വിധിയാണല്ലയാ. ഇത് തന്നെ ഈ ചിക്കൻ ഇന്ന് രാവിലെ പൈസ കൊടുത്ത് വെച്ച രാജേന്ദ്ര എണ്ണ ഇത് അവിടെ എവിടെ വേറെ വിഷമൊന്നും അലങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് അറുമാദിക്കണം. അതാണ് വിധി. സന്ദീപ് അണ്ണ ഒരു പെഗ് ഒഴിക്കട്ടാ. വരുന്നടാ. നീ നാട്ടുകാർ മൊത്തം വിളിച്ചിട്ട് അലമ്പാക്കൂടെ. 2 ചെറിയ പെഗ് ഒഴിച്ചു കൊടുത്താലേ
അടുത്ത ഫുള്ള് അവന്മാരെ കൊണ്ട് ഘടിപ്പിക്കാം. അണ്ണ ഇങ്ങനെ അടിക്കും അണ്ണ. ഇന്ന് അവന് കൊടുക്കണ്ട. ഒന്നാതെ അവന് അറ്റാക്ക് വന്നിരിക്കുകയാണ്. വെള്ളം അടിച്ച് അറ്റാക്ക് വരുമെന്ന് ആരും പറഞ്ഞു? വെള്ളം അടിച്ചിട്ടാണ് സാവിത്രി അമ്മച്ചിക്ക് അറ്റാക്ക് വന്നത്. പേടിച്ചലുമ്പാവല്ലേ നീ ആ വെള്ളം അടിച്ച കാര്യമില്ല അവന്മാർ പറഞ്ഞത്. അമ്മ